ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 2000-ന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ആഡ് ക്യാമ്പയിനിൽ ഒരെണ്ണത്തെ കുറിച്ചാണ്. ഇത് വോഡാഫോണിന് വേണ്ടി ചെയ്ത ക്യാമ്പയിനാണ്. നമുക്ക് ഏവർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് സൂസൂസ് എന്ന ഒരു ക്യാരക്ടർ. ഈ പരസ്യത്തിലൂടെ ബ്രാൻഡായ വോഡാഫോണിന് കിട്ടുന്നതിൽ കൂടുതൽ പ്രശസ്തിയും പേരും അതിന്റെ മാസ്കോട്ടായിരുന്ന സൂസൂസിനാണ് ലഭിച്ചത്. വോഡാഫോൺ ഇന്ത്യ ലോഞ്ച് ആവുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന ഹച്ച് എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ ഏറ്റെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അക്വയർ ചെയ്തുകൊണ്ടാണ്. ഹച്ചിന്റെ ആഡ് ക്യാമ്പയിനും വളരെ പ്രശസ്തമായിരുന്നു. ഒരു പഗിനെ വെച്ചായിരുന്നു അവർ ആ ക്യാമ്പയിൻ പൂർത്തിയാക്കിയത്. വേറെ യു ഗോ അവർ നെറ്റ്വർക്ക് ഫോളോസ് എന്നായിരുന്നു അതിന്റെ ലീഡ് ക്യാപ്ഷൻ. 2007 ഹച്ചിനെ വോഡാഫോൺ ഏറ്റെടുക്കുന്നത്. 2009 IPL ടൈമിലാണ് പ്രശസ്തമായ സൂസു ക്യാമ്പയിനുമായി വോഡാഫോൺ രംഗത്ത് വരുന്നത്. ആ വർഷം IPLന്റെ 2ാം വേർഷനായിരുന്നു. അത് നടന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു. ഇന്ത്യയിലെ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അത് സൗത്ത് ആഫ്രിക്കയിലേക്ക് മാറ്റിയത്. വോഡാഫോൺ കൃത്യമായ ഒരു റീബ്രാൻഡിംഗിലേക്ക് കടക്കുന്ന സമയമായിരുന്നത്. സാധാരണ ഒരു പരസ്യമൊന്നും ആയിരുന്നില്ല വോഡാഫോണിന്റെ ലക്ഷ്യം. തങ്ങളുടെ വാല്യൂ ആഡ് സർവീസുകളായ റിംഗ് ടോൺസ്, ക്വിക്ക് അലർട്ട്സ്, സ്റ്റോക്ക് അലർട്ട്സ്, വാൾപേപ്പേഴ്സ്, അങ്ങനെ കുറെ അധികം സേവനങ്ങൾ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മുന്നിലേക്ക് എത്തിക്കാനായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. ആ ക്യാമ്പയിൻ ഒട്ടാകെ 30 പരസ്യങ്ങളാണ് അവർ പ്ലാൻ ചെയ്തത്. ഓരോ ദിവസവും ഓരോ പരസ്യങ്ങൾ. അതിനുവേണ്ടി അവർ സമീപിച്ച അഡ്വർടൈസിംഗ് ഏജൻസി O&M ആയിരുന്നു. O&Mലെ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ആയിരുന്ന പീയൂഷ് പാണ്ഡെയും രാജീവ് റാവുവും ചേർന്ന് ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനൊക്കെ അവിടെ വെച്ചു. അതിനിടയ്ക്ക് രാജീവ് റാവുവിന്റെ മനസ്സിൽ വന്ന ഒരു ആശയമായിരുന്നു സൂസു എന്ന ക്യാരക്ടേഴ്സ്. മുട്ടയുടെ ആകൃതിയുള്ള തലയും ബലൂണിന്റെ ഷേപ്പുള്ള ബോഡിയുമായിട്ടുള്ള ഒരു പ്രത്യേകതരം ക്യാരക്ടർ. കാണുമ്പോൾ തന്നെ ഒരു ഫണ്ണി ഫിഗർ ആയിരുന്നു. അങ്ങനെ അത് വോഡാഫോണോട് ഡിസ്കസ് ചെയ്ത് അവരുടെ അപ്രൂവൽ ലഭിക്കുകയും ഈ സൂസു എന്ന ക്യാരക്ടർ അവിടെ ജനിക്കുകയുമായിരുന്നു. ഈ ക്യാമ്പയിനിലെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ജനങ്ങളും വിചാരിച്ചിരുന്നത് ഇതൊരു 3D ആനിമേഷൻ ആയിരിക്കുന്നതാണ്. പക്ഷേ ഇത് മുഴുവൻ റിയൽ ഹ്യൂമൻസ് ആയിരുന്നു. ഇത് ഷൂട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ വെച്ചായിരുന്നു. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് നിർവാണ ഫിലിംസിന്റെ പ്രകാശ് വർമ്മയാണ്. പ്രകാശ് വർമ്മ നമുക്കറിയാം, തുടരുമെന്ന സിനിമയിലെ ജോർജ് സാർ. ഇങ്ങനെ റിയൽ ഹ്യൂമൻസിനെ എടുത്തുകൊണ്ട് ഈ പറഞ്ഞ ആനിമേഷൻ കോസ്റ്റും പ്രൊഡക്ഷൻ കോസ്റ്റും ഒക്കെ വളരെയധികം കുറയ്ക്കാനും കമ്പനിക്ക് സാധിച്ചു. ഇത് കേപ്പ് ടൗണിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ഇതിന്റെ ഒരു രഹസ്യാത്മകത പുറത്തു പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. 2009 IPLന്റെ സമയത്ത് തന്നെ ഈ ആഡ്സ് ഓൺ എയർ പോവുകയുണ്ടായി. ഇന്ത്യ മുഴുവൻ പ്രശസ്തമായി. ഈ ക്യാരക്ടേഴ്സിന് വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട്. സൂസുവിന് വേണ്ടി പ്രത്യേകം ഫാൻ പേജുകൾ വരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. ആ ക്യാരക്ടേഴ്സിന് യോജിച്ചിരുന്നത് വലിയ ഫിഗറുള്ള മനുഷ്യനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ടുള്ള മെലിഞ്ഞ കുട്ടികളെയും സ്ത്രീകളെയുമാണ് കേപ്പ് ടൗണിൽ നിന്ന് അവർ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. ബലൂൺ ഷേപ്ഡ് ബോഡി രൂപപ്പെടുത്തിയത് തുണിക്കുള്ളിൽ പഞ്ഞി സ്റ്റഫ് ചെയ്താണ്. മുട്ടയുടെ ഷേപ്പിലുള്ള തലയ്ക്ക് വേണ്ടി അവർ ഒരു ഹാർഡ് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചത്. അതിന് പെർപെക്സ് എന്നായിരുന്നു അതിന്റെ പേര്. വളരെ ഫണ്ണി ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ആ എക്സ്പ്രഷൻസ് വരുന്ന സ്റ്റിക്കേഴ്സ് എല്ലാം അവർ ഫിസിക്കലി ഒട്ടിക്കുകയാണ് ചെയ്തിരുന്നത്. വലിയ സ്റ്റുഡിയോ സെറ്റപ്പിൽ ഗ്രേ ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് ചിത്രീകരിച്ചിരുന്നത്. റെക്കോർഡ് ചെയ്ത വളരെ ഗീബറിഷ് ആയിട്ടുള്ള വോയിസ് ആണ് ഇതിനു വേണ്ടി കൊടുത്തിരുന്നത്. ചില വാക്കുകൾ റിവേഴ്സ് ആയിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ മലയാളം വേർഡ്സ് പോലും അതിനകത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രകാശ് വർമ്മയുടെ ഒരു സ്വാധീനം അതിലുണ്ടായിരിക്കാം. അതേ വർഷം 2009 തന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയായ പെറ്റയുടെ ഗ്ലിറ്റർ ബോക്സ് അവാർഡും ഈ പറഞ്ഞ ക്യാമ്പയിൻ ലഭിക്കുകയുണ്ടായി. മൃഗങ്ങളെ യൂസ് ചെയ്യാതെ ഹ്യൂമൻ എഫർട്ട് കൊണ്ട് തന്നെ ഇത്ര ഗംഭീരമായ ക്യാമ്പയിൻ ചെയ്തതിനാണ് ആ അവാർഡ് അവർ കൊടുത്തത്. ഒരു പക്ഷേ വോഡാഫോൺ എന്ന ബ്രാൻഡിനെക്കാളും സൂസു എന്ന ക്യാരക്ടർ വളർന്നു. പിന്നീട് സൂസുവിനും പല വേർഷൻസ് ഉണ്ടായി. 2011 വോഡാഫോൺ 3G ലോഞ്ച് ചെയ്ത സമയത്ത് സൂപ്പർ സൂസു എന്ന് പറയുന്ന മസ്കോട്ടിനെ പുറത്തിറക്കി. അതിനുശേഷം 2013 മിനി സൂസു എന്ന് പറയുന്ന ഒരു വേർഷനും ഉണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും സൂസു എന്ന ക്യാരക്ടർ ഇന്ത്യക്കാരുടെ എല്ലാം മനസ്സിൽ മായാൻ നിൽപ്പുണ്ട്. ഇപ്പോഴും സൂസു എന്ന് കേട്ടാലോ അതിന്റെ ഒരു AV കണ്ടാലോ നമ്മുടെ ചുണ്ടിൽ അറിയാതൊരു ചിരി ഉണ്ടാവും. ഈ പരസ്യത്തിന്റെ ഏജൻസി O&M ആയിരുന്നു. അതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് പീയൂഷ് പാണ്ഡെയും രാജീവ് റാവു ആയിരുന്നു. ഈ പറഞ്ഞ സൂസു ആഡ് ക്യാമ്പയിന്റെ ഡയറക്ടർ പ്രകാശ് വർമ്മയായിരുന്നു. പ്രകാശ് വർമ്മയുടെ ഫേമിന്റെ പേര് നിർവാണ ഫിലിംസ് എന്നാണ്. വേറൊരു ആഡ് ക്യാമ്പയിനുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.